സന്യസ്തരെയും വൈദികരെയും അപമാനിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീണ്ടും പ്രചാരണം ശക്തമാകുന്നു. നേരത്തെ ഇത്തരത്തിൽ പ്രചരണം നടത്തിയവർക്കെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് വീണ്ടും അധിക്ഷേപവുമായി ചിലർ രംഗത്തെത്തിയത്. ഇവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലെ വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. തുടർച്ചയായ അച്ചടക്ക ലംഘനത്തെ തുടർന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ FCC സന്യാസ സമൂഹം നടപടിയെടുത്തതിന് പിന്നാലെയാണ് സന്യസ്തരെയും വൈദികരെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പോസ്റ്റുകൾ പ്രചരിച്ചത്. പല പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും പ്രചരിപ്പിച്ചത് ചില ഫേക്ക് ഐഡികൾ വഴിയായിരുന്നുവെങ്കിലും ചില സ്ഥാപിത താൽപര്യക്കാരാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് വ്യക്തമായിരുന്നു. സന്യസ്തരെ അപമാനിച്ച വയനാട് സ്വദേശിക്കെതിരെ സംസ്ഥാനത്തുടനീളം 60-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമാണ് നടപടിയുണ്ടായത്. ഇതിനു പിന്നാലെ ഇപ്പോൾ ഫ്രീ തിങ്കേഴ്സ് വേൾഡ് എന്ന ഫേസ്ബുക്ക് പേജിൽ സന്യസ്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പ്രവണതകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കണമെന്നും സാമൂഹ്യ മാധ്യമ പ്രവർത്തകനായ ജോസഫ് സിറാജ് ആവശ്യപ്പെട്ടു. നമ്മളുടെ നിശബ്ദത, നമ്മളുടെ ഈ നിസ്സംഗത, ഇത് വലിയ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇപ്പോൾ ഒരു മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ഒരു കുടുംബത്തെ അവഹേളിച്ചേക്കുന്നത്. അതായത് ഒരു ക്രൈസ്തവ കുടുംബം, അത് ഒരു സാധാ കുടുംബമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ദൈവം ദാനമായി നൽകിയ 3 മക്കളിൽ 2 പേരെ കന്യാസ്ത്രീയാക്കുകയും ഒരാളെ പുരോഹിതനാക്കാനും ആ കുടുംബത്തിന് സാധിച്ചു. ദൈവവിളിയുടെ മഹത്തായ പ്രകടനമാണ് ആ കുടുംബം. ആ കുടുംബത്തെ തന്നെ അവഹേളിച്ചുകൊണ്ട് വേശ്യാലയത്തിലേക്ക് ഇവരെ വിട്ട മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് വളരെ വേദനാജനകമാണ്. ഒരു കുടുംബത്തെ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല. ആവർത്തിച്ചുള്ള അധിക്ഷേപത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും പ്രതിഷേധം ശക്തമായി. സൈബറിടങ്ങളിൽ എല്ലാ ആശയപ്രചാരണത്തിനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മതങ്ങളെയും മതപ്രതീകങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികൾ അംഗീകരിക്കാനാവില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ക്ലിന്റൺ ഡാമിയനും വ്യക്തമാക്കി. മറ്റു പലർക്കും നീതി നടപ്പാക്കി കൊടുക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് നമ്മുടെ വിഷയങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കുവാൻ അധികാരികൾ വൈകുന്നുണ്ട്. അത് ഏതായാലും ഒരു വിവേചനമാണ്, അതൊരു ഇരട്ടത്താപ്പ് തന്നെയാണ്. അതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അധിക്ഷേപം തുടർന്നാൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനും വ്യാജ പ്രചാരണങ്ങളെ നേരിടാനുമാണ് ക്രൈസ്തവ ഗ്രൂപ്പുകളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.